ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അവരുടെ ഒരു മനോഭാവം എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു ഓവറോൾ എനർജി എങ്ങനെയാണ്, ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, ക്ലൂസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായി മാച്ച് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമന്റ് ആയിട്ട് ക്ലെയിം ചെയ്ത് എടുക്കാവുന്നതാണ്. പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നത്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ല ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു റീഡിംഗ് മുഴുവനായി കാണാനായിട്ട് ശ്രമിക്കുക. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡോടുകൂടി മാത്രം നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ചെറിയ കോൺഫ്ലിക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനോ, എന്താണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, അപ്പൊ നിങ്ങൾ ആ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതലായിട്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുമ്പോൾ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റി വെച്ചതിന് ശേഷം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡോട് കൂടി തന്നെ ഇത് കാണുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുക. അവരുടെ മുഖം നിങ്ങൾ മനസ്സിലേക്ക് ഓർക്കുക. നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെന്റ്സ്, അതുപോലെ അവരുടെ ഒരു നല്ല നല്ല ഓർമ്മകൾ, നിങ്ങൾ ആ ഒരു പേഴ്സണെ ആദ്യമായി കണ്ടുമുട്ടിയത് മുതലുള്ള നല്ല നല്ല കാര്യങ്ങൾ, അങ്ങനെ എല്ലാം തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡോട് കൂടി തന്നെ നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. മൈൻഡ് ആണ് നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത്. കമ്പാരിസൺ, going with the flow, maturity, courage, innocence, integration, control, രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. എക്സ്പീരിയൻസിങ്, അവയർനെസ്, the fool, beyond illusion, harmony, കോൺഷ്യസ്നെസ് വന്നിട്ടുണ്ട്. ഓക്കെ, ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഫ്ലവറിംഗ് ആണ്.
ടൈമിംഗ് കാർഡ്, attract, സാറ്റേൺ വന്നിട്ടുണ്ട്. കൺഫ്യൂഷൻ, ആക്ഷൻ, റിസീവ് ഓപ്പൺ ആണ്, റിസപ്റ്റിവിറ്റി ആണ് വന്നിരിക്കുന്നത്. ഫ്രീഡം. ഓക്കെ, ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഫൗണ്ടേഷൻ ആണ്, സ്ട്രക്ചർ ആണ് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിവിടെ നോക്കുമ്പോൾ തന്നെ ആദ്യമേ തന്നെ നോക്കുമ്പോൾ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒന്നെങ്കിൽ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കാം. എന്തായാലും നിങ്ങൾ ആ ഒരു പേഴ്സണുമായിട്ട് ഒരു നല്ല ടേംസിൽ അല്ല ഈ ഒരു ടൈമിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ വളരെയധികം സന്തോഷകരമായിട്ട് അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് പോലും ആയിരിക്കില്ല മേ ബി. വളരെയധികം ഒരു പ്രശ്നം നിറഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ ഒരു പേഴ്സന്റെ ക്യാരക്ടർ തന്നെയാണ് നമുക്കിവിടെ കാണുന്നത് കേട്ടോ. ഇവർ ഭയങ്കരമായിട്ട് ഒരു എടുത്തുചാട്ടക്കാര്, അല്ലെങ്കിൽ ഇവർ പറയുന്ന രീതിക്ക് തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവരുടെ ഒരു ഈഗോ അല്ലെങ്കിൽ ഇവരുടെ ഒരു സ്വാർത്ഥതാ മനോഭാവത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളുമായിട്ട് ഈ ഒരു പേഴ്സൺ വളരെ വലിയ രീതിയിൽ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ട് നിങ്ങൾ എത്രത്തോളം ഇവരെ തണുപ്പിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും അവർ ആ ഒരു കാര്യത്തിലേക്കൊന്നും വരാതെ നിങ്ങൾ ഇന്ന് വിട്ടുപോയ വ്യക്തികളാണ്. പക്ഷെ ഈ ഒരു സമയത്ത് ഇവർക്ക് ചില ചേഞ്ചസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി നമ്മൾ ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആകെപ്പാടെ ഒരു കുഴഞ്ഞു മറിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ആയിട്ടാണ് കാണുന്നത്. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു മനോഭാവത്തിനനുസരിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ചില നല്ല രീതിയിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിന് ആദ്യമേ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് മൈൻഡ് എന്നുള്ളൊരു കാർഡാണ്. ഇവരിപ്പോ ഒരുപാട് ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ ഇവരുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നു. നെഗറ്റീവ് തോട്ട്സ് ആണ് ഇവരുടെ മൈൻഡിൽ ഏറ്റവും കൂടുതലായിട്ട് നിറഞ്ഞു നിൽക്കുന്നത്. കാരണം ഇപ്പൊ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടൊരു നോ കോൺടാക്ട് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ അവർ നിൽക്കുന്ന ആ ഒരു സ്ഥലം, അവർ ആരുടെ അടുത്താണോ നിൽക്കുന്നത്, അവരുടെ ഫ്രണ്ട്സ്, ഫാമിലി, എവിടെയാണോ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു മനോവേദനയുടെ ഭാഗമായിട്ട് ആ ഒരു കാര്യങ്ങൾ ഇവർക്കൊരു നെഗറ്റീവ് ആയിട്ടാണ് ഇവരുടെ ലൈഫിലേക്ക് അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ രീതിക്കും എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സം വന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ. അതോടുകൂടി ഈ ഒരു പേഴ്സൺ മൊത്തത്തിൽ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. അവരുടെ മൈൻഡ് എല്ലാം ബ്ലോക്ക് ആയിട്ട് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ. എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ലാത്തൊരു സിറ്റുവേഷൻ. അവർ ഈ ഒരു ടൈമിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഒരു സ്നേഹത്തിന്റെ ഡെപ്ത് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നത്. അവർ അവരുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളുമായിട്ട് വരെ നിങ്ങളെ കമ്പയർ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. കമ്പാരിസൺ ആണ് വന്നിരിക്കുന്നത്. അവരുടെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും റിലേറ്റീവ്സ് ആയാലും ആരൊക്കെയാണെങ്കിലും അവർ ഈ ഒരു സമയത്ത് നിങ്ങളെയും ആ ഒരു പേഴ്സണെയും അതുപോലെ തന്നെ നിങ്ങളെയും അവരെയും തന്നെ കൂടെ വെച്ചിട്ട് അവർ കമ്പയർ ചെയ്യുന്നുണ്ട്. സ്വയം അവർ വിലയിരുത്തുന്നുണ്ട്. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം ഒരു എന്താ പറയാ ഒരു ശാന്തത അല്ലെങ്കിൽ എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ആയിരുന്നു, നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് പാർട്ട്ണർ ആയിരുന്നു എന്നുള്ള ചിന്ത അവരിൽ നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ നല്ല രീതിക്ക് കമ്പയർ ചെയ്യുകയാണ് മറ്റുള്ള വ്യക്തികളുമായിട്ട്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ അവർ കൂടുതൽ കൂടുതൽ ഡൗൺ ആവുകയാണ്. അതോടൊപ്പം തന്നെ അവർ മറ്റു വ്യക്തികളുടെ അടുത്ത്, അപ്പൊ അവരുടെ ഫ്രണ്ട്സ് ആണ് എന്നുണ്ടെങ്കിൽ പോലും അവർ ഈ ഒരു കാര്യം അവരുടെ ഫ്രണ്ട്സിന്റെ അടുത്തും ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്തും ഇവരുടെ അടുത്ത് ആ ഒരു ഫ്രണ്ട്സ് പോലും പറയുന്നത് നീ ചെയ്തത് മണ്ടത്തരമാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ നിന്നെ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയല്ലേ, അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇവർക്ക് ആകെപ്പാടെ ഇവർ ഡൗൺ ആവുകയാണ്. കാരണം സ്വന്തം കയ്യിൽ നിന്ന് വന്ന പിഴവ് കൊണ്ടാണല്ലോ നിങ്ങളിൽ നിന്ന് ഒരു അകന്നു നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇപ്പൊ വന്നത്. അപ്പൊ ഇനി എങ്ങനെ അതിനെ ഒന്നിച്ച് ചേർത്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകും? അപ്പൊ ഇവർ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ സ്വയം ഇവരിലേക്ക് തന്നെയാണ് നിങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുന്നത്.
അതായത് ഇവരിലേക്ക് തന്നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്നേക്കാൾ എത്ര കൊണ്ടും ആ ഒരു പേഴ്സൺ ആണല്ലോ, അല്ലെങ്കിൽ അവർ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ കുറച്ച് നല്ല രീതിയിൽ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഒരുപക്ഷെ നിന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഒന്ന് അവരെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നല്ലോ. ഈ ഒരു ചിന്തകളെല്ലാമാണ് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലേക്ക് ഈ ഒരു ടൈമിൽ വന്നു തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ കമ്പാരിസൺ ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ അവര് പോകുന്ന ഒരു ഒഴുക്ക് എന്ന് പറയുന്നത് ഗോയിങ് വിത്ത് ദ ഫ്ലോ, അതായത് പോകുന്നതനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അവർക്ക് മാറണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരിപ്പോ ആ ഒരു ഒഴുക്കിനനുസരിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു മുന്നോട്ടേക്ക് പോകുന്ന അവസ്ഥയിൽ അവർ ചിന്തിക്കുകയാണ്. എന്താണ് മുന്നോട്ടേക്ക് ചെയ്യേണ്ടത്? എവിടെ നിന്നാണ് ഇതിനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അപ്പൊ അവരുടെ ഒരു ഈഗോ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ ഈ ഒരു ഒഴുക്കില് പെട്ട് അവരിൽ നിന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ ആ ഒരു നെഗറ്റീവ് ചിന്തകളെല്ലാം തന്നെ മാറി മാറി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ ഫേസ് ചെയ്യേണ്ട കുറച്ച് അവസ്ഥകളായിരുന്നു. അവർ ഇങ്ങനത്തെ ഒരു എന്താ പറയാ, ഒരു ശുദ്ധമായ ജലത്തിൽ അവരെ കഴുകി എടുത്തിട്ട് വേണമായിരുന്നു നിങ്ങളിലേക്ക് എത്തിക്കാൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ ഒരു പ്രോസസ്സ് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾക്കിടയിൽ ഈ ഒരു പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ എന്തായാലും ഗോയിങ് വിത്ത് ദ ഫ്ലോ ആണ്. ഒഴുക്കിനനുസരിച്ചിട്ട് നീന്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ആ ഒഴുക്കിലൂടെ പോകുമ്പോൾ ഈ ഒരു പേഴ്സണ് ചിന്തകൾക്കപ്പുറം ഒരു മെച്യൂരിറ്റി കൈവരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അവർക്ക് നല്ല രീതിയിൽ അവരുടെ ചിന്തകളൊക്കെ അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡ് എല്ലാം ഈ ഒരു നെഗറ്റീവിൽ നിന്ന്, ഈ ഒരു നെഗറ്റീവ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ എന്ന് പറയുന്നത് ഫുൾ നെഗറ്റീവ് തോട്ട്സ് ആണ് ഇവരുടെ തലയിൽ മുഴുവനും നിൽക്കുന്നത്, മൈൻഡിൽ ഫുള്ളും. പക്ഷെ ഈ ഒരു സമയത്തിലേക്ക് വരുമ്പോൾ അവർക്ക് ചേഞ്ചസ് സംഭവിച്ചിട്ട് അവിടുന്ന് ഫ്ലവറിംഗ് ആണ്. അതായത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇത് പോസിറ്റീവ് ആണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്നും ആ ഒരു കറുത്ത മറ പൂർണ്ണമായിട്ടും നീക്കിയിട്ട് അവരിലേക്ക് ഒരു നല്ല മെച്യൂരിറ്റി കൈവരുന്നു. അവരുടെ ചിന്തകൾക്കെല്ലാം തന്നെ ഒരു തുറന്ന സ്വഭാവം വരുന്നു. ഒരു മൈൻഡ് എല്ലാം തന്നെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു അവസ്ഥ. അതിന്റെ കാരണം ഇതിലേക്ക്, അതായത് ഈ ഒരു രീതിയിൽ വന്ന വ്യക്തി ഈ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്നത് പോലെ ഈ ഒരു നല്ല ശുദ്ധമായ ജലത്തിൽ മുങ്ങി എഴുന്നേറ്റ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ, ഇതിലേക്ക് എത്തുമ്പോൾ, അതായത് ഈ ഒരു പേഴ്സൺ ഇവിടെ നിന്ന് ഈ ഒരു ഫ്ലോയിലൂടെ വന്ന് ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ ഈ ഒരു രീതിയിലേക്കാണ് ഇരുന്നത്. എന്ന് വെച്ചാൽ അവരിൽ ആ ഒരു നെഗറ്റീവ്സ് എല്ലാം പോയിട്ട് ഒരു പോസിറ്റീവ് തോട്ട്സിലേക്ക് അവർ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അതാണ് ഇപ്പോൾ അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അവരുടെ മനസ്സ് കൊണ്ടിട്ട് അവരിപ്പോ നിങ്ങളുടെ അടുത്ത് ആ ഒരു മനോഭാവം എന്ന് പറയുന്നത്, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു കറേജ്, ഒരു പുതിയ തുടക്കം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു വളർച്ച. ഈ ഒരു റിലേഷൻഷിപ്പിനെ എല്ലാ രീതിക്കും തന്നാൽ കഴിയുന്ന രീതിയിലുള്ള വളം കാര്യങ്ങൾ എന്താണോ തനിക്ക് ഇതിനകത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും ഒരു നല്ല ഉയർച്ച അല്ലെങ്കിൽ നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ലഭിക്കണം. അപ്പൊ ഇതായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ നേരത്തെ ഒരു സിറ്റുവേഷൻസ് എന്നുണ്ടെങ്കിൽ, ഈ ഒരു പേഴ്സന്റെ നിങ്ങളുടെ ഭാഗം ഇവിടെയാണ്, ഈ ഒരു പേഴ്സന്റെ ഭാഗം ഇതാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അവര് അവരുടെ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവര് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട, ഇൻവെസ്റ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അവർ ട്രൈ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം തന്നെ അവര് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പൊ തയ്യാറായിട്ടുണ്ട്. അവരുടെ മൈൻഡിൽ വന്നിരിക്കുന്ന ഈ ഒരു ഫ്ലവറിങ്, ഒരു പോസിറ്റീവ് തോട്ട്സ് അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്നും ഒരു നല്ല റിസൾട്ട് വേണമെന്നാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. അവരുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു ടൈം ആണിത്. ഇപ്പോൾ അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇന്നസെൻസ് ആണ്. അവരൊരു കൊച്ചു കുട്ടിയെ പോലെ ഒരു നിഷ്കളങ്കമായ രീതിയിലാണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്നേഹത്തിന്റെ കാര്യത്തിലേക്ക് നോക്കുന്നത്. അവർക്കിപ്പോൾ ഒരുപാട് വിശ്വാസങ്ങളൊക്കെ വന്നു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ ഒരുപാട് സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കുന്നു. അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ഈ ഒരു യൂണിവേഴ്സിൽ വിശ്വസിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഒരു ഓർമ്മകളിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചിന്തകളിലേക്ക് മറ്റുള്ളവരുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മറ്റുള്ള പേഴ്സൺസ് നിങ്ങളെക്കുറിച്ച് ചീത്തത് പറഞ്ഞു കൊടുക്കുന്ന ഒരാൾക്കാര് ഒരു വശത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ, മറുവശത്ത് നിങ്ങളെക്കുറിച്ച് നല്ലത് പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികളും ഇവരുടെ ചുറ്റിനും ഉണ്ട്. എല്ലാവരെയും നമ്മൾക്ക് മോശപ്പെടുത്തി പറയാനായിട്ട് സാധിക്കില്ലല്ലോ. അങ്ങനെ തന്നെയാണ് നമുക്ക് ഇവിടെയും കാണുന്നത്. നല്ല ആൾക്കാർ ഈ ഒരു യൂണിവേഴ്സിൽ നല്ലവരും ചീത്തവരും എല്ലാവരും തന്നെ മിക്സ്ഡ് ആണ്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു വിഭാഗം ആൾക്കാർ നിങ്ങളുടെ ചീത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആ ഒരു ബ്രേക്കപ്പ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ അകപ്പെടാനായിട്ട്, അല്ലെങ്കിൽ ഇവരുടെ മൈൻഡിലേക്ക് ഈ ഒരു നെഗറ്റീവ് തോട്ട്സ് നിറയ്ക്കാനായിട്ട് ഒരു വിഭാഗം ആളുകൾ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം.
എന്നാൽ അതിൽ ഒരു പെർസെന്റേജ് ആളുകൾ നല്ലതും പറഞ്ഞു കൊടുക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നല്ല ആളുകള് ഇവരുടെ അടുത്ത് നല്ലത് പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ഇവർക്ക് ഒരുപാട് കുറ്റബോധം അല്ലെങ്കിൽ നഷ്ടബോധം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ചിന്ത ഇവരിലെ ഏറ്റവും കൂടുതലായിട്ട് അലയടിക്കുന്നത്. അപ്പൊ ഇപ്പൊ അവരുടെ ഒരു നിഷ്കളങ്കമായ മനസ്സോടുകൂടി അവർ ആഗ്രഹിക്കുന്നത്, ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സോടുകൂടി അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഡ്രീം ചെയ്യുന്നു. അല്ലെങ്കിൽ നിങ്ങളുടേതായ ആ ഒരു ലോകത്ത് നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് ഒന്നിച്ചുണ്ടായിരുന്ന ആ ഒരു നല്ല മനോഹരമായ ലോകത്തിലേക്ക് അവർ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ് അവർ ആ ഒരു കാര്യങ്ങളെല്ലാം ഇപ്പൊ ഓർത്തെടുക്കുന്നത്. ഒരു സമയത്ത് നിങ്ങൾ ഓർത്തിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർത്തെടുത്തിട്ട് ഇവരിൽ നിന്ന് നിങ്ങൾക്ക് miss ആയി പോയ ഒരു കാര്യങ്ങൾ ഇപ്പൊ നിങ്ങളൊന്നും back ലേക്ക് മാറി നിൽക്കുന്ന സമയത്ത് ഈ ഒരു person നിങ്ങൾക്ക് പകരം അവിടെ ഇരുന്ന് ചിന്തിക്കുന്നു. നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് അവർ face ചെയ്യുന്ന ഒരു അവസ്ഥ. okay, integration ആണ് വന്നിരിക്കുന്നത്. അവർക്കിപ്പോ മനസ്സിലായിട്ടുണ്ട്. അവരുടെ ഒരു ഭാഗവും നിങ്ങളുടെ ഒരു ഭാഗവും തുല്യമായിട്ട് തന്നെ invest ചെയ്താൽ മാത്രമേ ഇതിനൊരു പൂർണ്ണത വരികയുള്ളൂ എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു circle എന്ന് പറയുന്നത് എപ്പോഴും ഒരു സർക്കിൾ കംപ്ലീഷനിലേക്ക് എത്തുന്നത് എപ്പോഴാണ്? രണ്ട് ഭാഗത്തു നിന്നും തുല്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ, പ്രത്യേകിച്ച് ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മൈൻഡിനെ എല്ലാം മൈൻഡിലെ തോട്ട്സ് നെഗറ്റീവ് തോട്ട്സ് എല്ലാം തന്നെ മാറ്റി നിർത്തിയിട്ട് പോസിറ്റീവായ മൈൻഡോട് കൂടി രണ്ട് പേഴ്സൺ അവിടെ നിന്നും ഇവിടെ നിന്നും സൂര്യനും ചന്ദ്രനും എന്ന് പറയുന്നത് പോലെ നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് പ്രവർത്തിക്കുകയാണെങ്കിൽ മാത്രമേ ആ ഒരു ബന്ധത്തിന്റെ പൂർണ്ണത വരികയുള്ളൂ എന്നുള്ളത് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാഗം ഈ ഒരു വെളുത്ത ഭാഗമാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ബാക്കി ഭാഗത്തിലേക്ക് പൂർണ്ണമായ വെളിച്ചം തന്നെ പകർന്നു നൽകാൻ ഈ ഒരു വ്യക്തി തയ്യാറാവുകയാണ്. ശിവശക്തി എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമുക്കിവിടെ ശിവനും ശക്തിയും ചേരുമ്പോഴാണ് ശിവശക്തിയായി മാറുന്നത്. അതായത് ഒരു ബന്ധത്തിന്റെ പൂർണ്ണത വരുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരു നല്ല രീതിക്കുള്ള ഒരു ചിന്തകളൊക്കെ ഇവരുടെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. അതിന്റെ കാരണം നല്ല നല്ല വ്യക്തികളുടെ സ്വാധീനവും അതുപോലെ തന്നെ ഇവർ ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. ആത്മീയപരമായ കുറെ കാര്യങ്ങളിലും നല്ല നല്ല കാര്യങ്ങളിലും ഒക്കെ ഇപ്പൊ ഒരു കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞു കൊടുത്തെങ്കിലും ഇവർ അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ ഇവരായിട്ട് തന്നെ അത് തേടി പിടിച്ച് അതിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പൊ അവരിപ്പോ മനസ്സിലാക്കുന്നത് ഇന്റഗ്രേഷൻ, അതായത് നിങ്ങളുടെയും അവരുടെയും ഒരേപോലെ ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ആവശ്യമാണ്. അപ്പൊ അതിന് താനും കൂടി തയ്യാറാകണം എന്നുള്ള ആ ഒരു തിരിച്ചറിവോട് കൂടി സ്വയം ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ തയ്യാറായിട്ടുണ്ട്. കാരണം അവർക്കിപ്പോ മനസ്സിലായിട്ടുണ്ട് അവരും കൂടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ മനോഹരമായിട്ട് തന്നെ വിടർന്ന് അതിൽ നിറയെ പൂക്കൾ, അതായത് ഒരു സക്സസിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും അതിനെ. ആ ഒരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നല്ല രീതിക്ക് മൈൻഡിലേക്ക് വന്നിട്ടുണ്ട്. അവര് ഒരുപാട് രീതിയിൽ ഒരു ഷോർട്ട് ടെമ്പേർഡ് അതുപോലെ ഈഗോയിസ്റ്റ് എല്ലാ രീതിക്കും ഒരു രീതിക്കും ദേഷ്യം കാര്യങ്ങളൊന്നും ഒരുതരം വികാരങ്ങൾ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വ്യക്തികളല്ല. എടുത്തുചാട്ടം ഒക്കെ ആയിരുന്നു ഈ ഒരു പേഴ്സൺ ഏറ്റവും കൂടുതൽ. ഒരു ഇമ്മച്യൂർ പേഴ്സൺ. അപ്പൊ ഇവർക്ക് ഇപ്പോ എന്തായാലും ഒരു മെച്യൂരിറ്റി കൈവന്നു തുടങ്ങി എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇവർ സ്വയം ഇവരെ കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. പലപ്പോഴും ഇവർക്ക് ദേഷ്യം വരുന്നുണ്ട്. കാരണം ഇവരുടെ ലൈഫിലേക്ക് നിങ്ങളുടെയും ഇവരുടെയും റിലേഷൻഷിപ്പിനെ തകർക്കുന്ന രീതിയിൽ മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികളും ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഇവർക്ക് ഈ തിരിച്ചറിവ് വന്നപ്പോൾ ആ ഒരു ചീത്ത വ്യക്തികൾ ആരൊക്കെയാണ് എന്നുള്ള തിരിച്ചറിവുകൾ ഇവർക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അവരതെല്ലാം കൺട്രോൾ ചെയ്യുകയാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് താൻ തന്നെ ആയിരുന്നല്ലോ. മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് അങ്ങനെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അങ്ങനത്തെ രീതിയിലുള്ള ഒരു ആക്ഷൻ എടുത്തിട്ട് വിട്ടിട്ട് പോകാനോ ഒന്നും പാടില്ലായിരുന്നു. അപ്പൊ ആ ഒരു ചിന്ത ഇപ്പൊ ഇവർക്ക് വന്നത് കൊണ്ടിട്ട് ഇവർ ഏറ്റവും കൂടുതലായിട്ട് ഇവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവർ ഒരുപാട് മെഡിറ്റേഷൻസ്, യോഗ അതുപോലെയുള്ള സ്പിരിച്വലി ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ കൂടുതൽ സമയം കൊടുത്ത് അതിലൊക്കെയാണ് അവരിപ്പോൾ ഏറ്റവും കൂടുതൽ മുന്നോട്ടേക്ക് പോകുന്നത്. കാരണം അവരെ തന്നെ പൂർണ്ണമായിട്ടും ഒന്ന് കഴുകിയെടുത്ത് പുറത്തേക്ക് വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ ഒരു രീതിയിലാണ് അവരിപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ എക്സ്പീരിയൻസിങ് വന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവർ ഈ ഒരു സമയം കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു അവരുടെ ലൈഫിൽ. ആ ഒരു അതായത് ഏകാന്തമായിട്ട് നിന്നുകൊണ്ട് സ്വയം തിരിച്ചറിയുന്ന ഒരവസ്ഥ. ഒറ്റപ്പെട്ടു പോയ സമയത്ത് അവർക്കൊരു മോശം അവസ്ഥ അവരുടെ ലൈഫിൽ വന്നിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. ആ ഒരു അവസ്ഥയിൽ അവര് കൂടുതൽ കാര്യങ്ങൾ അവർ തിരിച്ചറിഞ്ഞു. ലൈഫിന്റെ ഒരു പക്വത അവർക്ക് വന്നത് ഈ ഒരു ടൈമിലാണ്. അപ്പോ കൂടെ നിന്ന എല്ലാവരും നല്ലവരല്ല. ആരൊക്കെയാണ് നല്ലവര് അല്ലെങ്കിൽ ആരെയൊക്കെയാണ് ചേർത്ത് നിർത്തേണ്ടത്, ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളായിരിക്കും ആ ഒരു വ്യക്തിനെ സപ്പോർട്ട് ചെയ്തത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ആബ്സെൻസ് വന്നപ്പോഴാണ് അവർ ഏറ്റവും കൂടുതൽ ലൈഫിനെ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത്.
കാരണം അവരുടെ അവബോധം നല്ല രീതിക്ക് പ്രവർത്തിക്കാൻ തുടങ്ങി. അവരുടെ മൈൻഡിൽ ആ ഒരു ഈഗോ കാര്യങ്ങളെല്ലാം ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അല്ലെങ്കിൽ തലയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ജീവിതം എന്താണെന്ന് അവർ ഏറ്റവും കൂടുതലായിട്ട് തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ്. അങ്ങനെ ഒരു തിരിച്ചറിവ് അവർക്ക് വന്നപ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെ ഇപ്പൊ മിസ് ചെയ്യുന്നത്. അതുപോലെ ആ ഒരു തിരിച്ചറിവ് വന്ന സമയത്ത് ആ ഒരു എക്സ്പീരിയൻസിങ് അവരുടെ ലൈഫിൽ നടന്ന സമയത്താണ് ഈ ഒരു മൈൻഡിലെ ഈ ഒരു നെഗറ്റിവിറ്റി ഫുൾ ആയിട്ട് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു രൂപത്തിന്റെ ഉള്ളിൽ ഫുൾ ഒരു എന്താ പറയാ ഒരു ഡെവിൾ രൂപമാണത്. എന്നുവെച്ചാൽ ഫുൾ നെഗറ്റീവ് തോട്ട്സ് ആണത്. ഈ ഒരു നെഗറ്റീവ് തോട്ട്സും അതുപോലെ തന്നെ ഈ ഒരു കാർഡ് കണ്ടാലും നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കുന്നതാണ്. ഇതൊരു എന്താ പറയാ ശുദ്ധമായ അല്ലെങ്കിൽ പവിത്രമായ ഒരു രൂപമാണ്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് മൈൻഡിനെ എത്തിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ പോയ കുറേ വഴികള് ഇപ്പൊ ഇവർക്ക് തിരിച്ചറിയുന്നുണ്ട്. അതെല്ലാം ഒരു അനുഭവ ജ്ഞാനം പോലെ ഒരു ജീവിതാനുഭവം പോലെ മുന്നോട്ടേക്ക് എടുത്തിട്ട് അവരിപ്പോ മുന്നോട്ടേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ്. നിങ്ങളിലേക്കുള്ള ഒരു യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവരുടെ അവബോധം പറയുന്നത് അവരുടെ ഉൾമനസ്സ് അവരുടെ ഇന്നർ സോൾ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്രയും വേഗം തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ്. അപ്പൊ നമുക്കിവിടെ നെക്സ്റ്റ് കിട്ടിയിരിക്കുന്നതും ഫൂൾ ആണ്. ന്യൂ ബിഗിനിങ്ങിന്റെ കാർഡാണ്. അവർ ആഗ്രഹിക്കുന്നത് പോലെ അവരുടെ ലൈഫ് മാറണം. അതുപോലെ നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങളിലേക്ക് എത്തണം. ആ ഒരു ചിന്ത ഇപ്പൊ ഈ ഒരു പേഴ്സണെ വളരെയധികം ചിന്തിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡിലേക്ക് ചിന്തിപ്പിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു വ്യക്തി കയ്യിലൊരു പുഷ്പവുമായിട്ട് മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. നിങ്ങളിലേക്ക് ആ ഒരു സ്നേഹം അവരുടെ പവിത്രമായ സ്നേഹത്തിനെ പൂർണ്ണമായിട്ട് മാറിയ മനസ്സുമായിട്ട് ശുദ്ധമായ ഒരു സ്നേഹത്തിനെ അല്ലെങ്കിൽ ശുദ്ധമായ മനസ്സോടുകൂടി നിങ്ങളിലേക്ക് എത്തണം എന്നാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളുമായിട്ടുള്ള ലൈഫിന്റെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് ഏത് രീതിയിലുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന വ്യക്തികളാണോ, നിങ്ങളിപ്പോ ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം, ലവേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു എക്സ്ട്രാ മാരിഡ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിലുള്ളതാണോ, ഫ്രണ്ട്സ് ആയിരിക്കാം. അപ്പൊ എന്ത് രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടേതെന്നുണ്ടെങ്കിലും ഈ ഒരു ടൈമിൽ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലെ ഒരു ന്യൂ ബിഗിനിങ് ആണ്. ബിയോണ്ട് ഇല്യൂഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അവരുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളിലെ ചിന്തകളിലൊക്കെ നിങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇല്യൂഷൻ അവരൊരു മായാലോകത്താണ്, അല്ലെങ്കിൽ മായാലോകത്തിനും അപ്പുറം എന്ന് പറയാം. അവർ ഏതോ ഒരു ലോകത്തിരുന്നു കൊണ്ടിട്ട് അവരുടെ ഒരു ചക്രാസ് എല്ലാം തന്നെ അവർക്കിപ്പോ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരു തേർഡ് ഐ ചക്ര ഈ ഒരു ടൈമിൽ ഓപ്പൺ ആയി നിൽക്കുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ ഒരു തേർഡ് ഐ ചക്ര അവരുടെ ഓപ്പൺ ആയതിന്റെ ഭാഗമായിട്ട് തന്നെ അവർക്ക് ഒരു ക്ലാരിറ്റി ലഭിക്കുന്നത്. ഓക്കെ, നമ്മുടെ ചക്രാസിലെ ഒരു മെയിൻ ചക്രയാണ് നമ്മുടെ തേർഡ് ഐ ചക്ര എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ചക്ര ഓപ്പൺ ആയതോട് കൂടിയാണ് ഇവരൊരു മായാലോകത്തിൽ നിന്ന് വിട്ടിട്ട് യഥാർത്ഥമായ ഒരു ലോകത്തിലേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, മിഥ്യാലോകം എന്ന് വേണമെങ്കിൽ പറയാം. എന്താണോ അവരുടെ ഒരു യഥാർത്ഥമായിട്ടുള്ള ലോകം, ആ ഒരു ലോകത്തിൽ തന്നെയാണ് അവർ അകപ്പെട്ട് നിൽക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന നെഗറ്റിവിറ്റിയിൽ നിന്നെല്ലാം മാറിയിട്ട് പൂർണ്ണമായിട്ടും ഒരു ചിന്തകൾക്കെല്ലാം ഒരു ക്ലാരിറ്റി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ആ ക്ലാരിറ്റിക്കൊടുവിൽ അവർ ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു ഐക്യമാണ്. നിങ്ങളോട് കൂടി നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് പൂർണ്ണ ഐക്യത്തോടു കൂടി മുന്നോട്ടേക്ക് പോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ അവരുടെ തേർഡ് ഐ ചക്രയാണ് ഓപ്പൺ ആയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഘട്ടത്തിലേക്ക് ഓരോ സ്റ്റെപ്പും അവർ എക്സ്പീരിയൻസ് ചെയ്ത് മുന്നോട്ടേക്ക് വരുന്നത് ഓരോരോ അനുഭവങ്ങളിലൂടെയാണ്. പിന്നീട് അവരുടെ ഹാർട്ട് ചക്രയാണ് ഓപ്പൺ ആവുന്നത്. നമുക്കിവിടെ വ്യക്തമായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ അവരുടെ തേർഡ് ഐ ചക്ര ഓപ്പൺ ആകുന്നു. പിന്നീട് അവർ ഓരോ മുന്നോട്ടേക്ക് വരുന്തോറും അവരുടെ ഒരു ഹാർട്ട് ചക്ര ഓപ്പൺ ആകുന്നു. ആ ഹാർട്ട് ചക്ര ഓപ്പൺ ആവുന്നതിന്റെ ഭാഗമായിട്ട് ഹേർട്ട് ചക്ര ഓപ്പൺ ആകുമ്പോഴാണ് കൂടുതലായിട്ട് ആ ഒരു കപ്പിൾ ആ ഒരു പാർട്ട്ണർഷിപ്പിന്റെ ഡെപ്തിലേക്ക് നമ്മുടെ മൈൻഡ് പൂർണ്ണമായിട്ടും എത്തുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും രണ്ട് പെൻഗ്വിൻസ് ആണ് ഇവിടെ ഉള്ളത്, പെയർ ആണത്. അപ്പൊ ഇതിന്റെ ഒരു ഐക്യം എന്ന് പറയുന്നത് എന്താണ്, രണ്ടും കൂടെ കൂടി ചേരുമ്പോഴാണ് പൂർണ്ണ ഐക്യം വരുന്നത്. അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരു ശിവശക്തിമയം എന്ന് പറയുന്നത് പോലെ എന്ന് വെച്ചാൽ രണ്ട് പാർട്ട്ണർ രണ്ടുപേരും ഒരുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിന് ഒരു പൂർണ്ണത, ഏതൊരു ബന്ധത്തിന്റെയും പൂർണ്ണത വരുന്നത്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സണ് നല്ല രീതിക്ക് മനസ്സിലായി. കാരണം അവരുടെ തേർഡ് ഐ ചക്രയും അവരുടെ ഹാർട്ട് ചക്രയും തമ്മിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് ഇപ്പോൾ. അതായത് അവരുടെ ഹൃദയം ചിന്തിക്കുന്നതും അവരുടെ തല ചിന്തിക്കുന്നതും കൂടെ അവർ നല്ല രീതിക്ക് രണ്ടിനെയും തമ്മിൽ ബാലൻസ് ചെയ്യാൻ പഠിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ മീനിങ്. അവർക്ക് അത്രത്തോളം എക്സ്പീരിയൻസ് അവർ ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ തന്നെ അവർ ഒരുപാട് കാര്യങ്ങളിൽ എക്സ്പീരിയൻസ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഒരു ക്ലാരിറ്റി വന്നു തുടങ്ങിയിരിക്കുന്നത്. അവർക്കൊരു ബോധം അല്ലെങ്കിൽ അവരുടെ ഒരു അവബോധം വളർത്തിയെടുക്കാനുള്ള ഒരു യാത്രയിലും കൂടിയാണ് അവരെന്ന് വേണമെങ്കിൽ പറയാം.
അവരുടെ ഒരു അവബോധത്തിന്റെ ഒരു പൂർണ്ണതയിൽ എത്തിയിട്ടാണ് അവർ നിൽക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്, ഒരു ബുദ്ധനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അവരിപ്പോ ഒരുപാട് സ്പിരിച്വലി കണക്റ്റഡ് ആണെന്നാണ് ഇത് നമുക്ക് കാണിച്ചു തരുന്നത്. കാരണം സ്വയം ഉണരേണ്ട ഒരു ആവശ്യം അവർക്കുണ്ടായിരുന്നു എന്നൊരു ചിന്ത നിങ്ങളുടെ വ്യക്തിക്ക് കൂടുതലായിട്ട് തോന്നി. കാരണം അവർ സ്വയം ഉണർന്നാൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതലായിട്ട് നല്ല രീതിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഒരു ഭാഗത്ത് നിന്ന് മാത്രം ഒരാൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു റിലേഷൻഷിപ്പും അതിന്റെ സക്സസിലേക്ക് എത്തുകയില്ല. ഇതെല്ലാം അവര് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചോദിക്കും നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമായിരുന്നല്ലോ എന്ന്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ആ ഒരു പേഴ്സൺ ഒട്ടും തന്നെ മെച്ചുവേർഡ് ആയിരുന്നില്ല. അല്ലെങ്കിൽ അവർ ഒരു പക്ഷെ അവരുടെ ഫാമിലിയിൽ ഒരുപാട് ജീവിതാനുഭവങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് ഏജോ മാത്രം വന്നിട്ട് കാര്യമില്ല. ചിന്തിക്കാനുള്ള ഒരു കഴിവും കൂടെ വേണമായിരുന്നു. ഇവര് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെല്ലാം തന്നെ ഒരു നെഗറ്റീവ് തോട്ട്സിലൂടെ ആയിരുന്നു. അല്ലെങ്കിൽ ഇവർക്ക് ഒരുപാട് ബാഡ് ഹാബിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. നല്ല രീതിയിലുള്ള ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആവുമ്പോഴാണല്ലോ ഏതൊരു വ്യക്തിയുടെയും മൈൻഡ് ഫ്രഷ് ആകുന്നത്. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും ഒരിക്കലും ഒരു സക്സസ് പോയിന്റിലേക്ക് എത്തുകയില്ല. മനസ്സിനെയാണ് ആദ്യം ശുദ്ധീകരിക്കേണ്ടത്. ആ ഒരു മനസ്സിനെ ശുദ്ധീകരിച്ചതിന് ശേഷം അത് ഓരോ സ്റ്റെപ്പ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ, നമ്മുടെ ഒരു ബോധ മനസ്സിൽ നിന്ന് തന്നെ നമ്മുടെ അവബോധം പറയുന്നതനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ച് മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് നമ്മൾക്ക് ലൈഫിൽ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതും അതിലൂടെ നമ്മളൊരു പൂർണ്ണതയിലേക്ക് എത്തുന്നതും അതിലൂടെ നമുക്കൊരു പൂർണ്ണ വിജയം ഉണ്ടാകുന്നതും. അപ്പൊ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു മനോഭാവം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ എല്ലാം മാറ്റിയിട്ട് അവർ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളിലേക്ക് എത്തണം. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിലൊരു സക്സസിലേക്ക് എത്തിക്കണം. അതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ഒരു മനോഭാവം. കാരണം ഇത്രത്തോളം പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഇനി കൊണ്ടുപോകാനായിട്ട് വേണ്ട എന്നൊരു ചിന്തയാണ്. കാരണം അത്രയും അവർ എന്താ പറയാ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് എല്ലാ രീതിക്കും ഒരു മിസ്സിംഗ് ആണ് നിങ്ങളെ. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് എത്രയും വേഗം നല്ല രീതിയിലേക്ക് എത്തിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നമുക്കിവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് തന്നെ ഫ്ലവറിംഗ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടോട്ടാലിറ്റി കിട്ടിയിട്ടുണ്ട്. ഫ്ലവറിംഗ് നമുക്ക് ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞു. ഒരു മെച്യൂരിറ്റി ലെവലിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അവരുടെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്ന രൂപം. അപ്പൊ അവർ ആഗ്രഹിക്കുന്നത് കറേജ്, അതുപോലെ തന്നെ നമുക്കിവിടെ വന്നതാണ്. അവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെ എല്ലാ രീതിയിലും ഒരു സമ്പൽ സമൃദ്ധി, സന്തോഷം നിറഞ്ഞ ഒരു അവസ്ഥ, ഈ ഒരു യൂണിവേഴ്സ്, അതായത് മദർ യൂണിവേഴ്സിന്റെ ഒരു സപ്പോർട്ടിംഗ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു മദർ യൂണിവേഴ്സിന്റെ ഒരു എല്ലാവിധ ബ്ലെസ്സിങ്ങോട് കൂടിയും ഈ ഒരു റിലേഷൻഷിപ്പിനെ പൂർണ്ണമായിട്ടുള്ള ഒരു ഫ്ലവറിംഗ് അവസ്ഥയിലേക്ക് തന്നെ, അതായത് പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അത്രത്തോളം മനോഹാരിത ഈ ഒരു റിലേഷൻഷിപ്പിൽ വേണം. അതിന് വേണ്ടത് ടോട്ടാലിറ്റി, അതായത് നിങ്ങളുടെ രണ്ടുപേരുടെയും പൂർണ്ണത നിറഞ്ഞ ഒരു അവസ്ഥ, രണ്ടുപേരും ഒരുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ള ഒരു അവസ്ഥ, അതായത് ഇന്റഗ്രേഷൻ. ഒരേപോലെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് നീങ്ങേണ്ട ഒരു അവസ്ഥ. ഇത് വേണം എന്നുള്ള ചിന്ത നിങ്ങളുടെ വ്യക്തിക്ക് പൂർണ്ണമായിട്ട് തന്നെ മനസ്സിലായിരിക്കുന്നു. കാരണം അവർ നല്ലപോലെ ഒരു അവബോധം ഉണർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരുപാട് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുണ്ട്. ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ അവരിലേക്ക് വന്നതിന്റെ ഭാഗമായിട്ട് മേ ബി നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് അവരെയും നിങ്ങളെയും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥന കാര്യങ്ങളെല്ലാം തന്നെ മാനിഫെസ്റ്റേഷൻ എല്ലാം തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന വ്യക്തികളാണ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ചിന്തകളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കണം ഈ ഒരു വ്യക്തിയും ഇതിലേക്ക് എത്തിപ്പെട്ടത്. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നതിന്റെ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന ഈ ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു മദർ യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവിക ശക്തി ഏതാണോ ആ ഒരു ശക്തി നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ ബന്ധത്തിന്റെ കാര്യത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ടൈമിംഗ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ബാഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഓവർ ആവുകയാണ്, തീരുകയാണ്. ഇനി അങ്ങോട്ട് നിങ്ങളുടെ സോളിന്റെ ഗ്രോത്ത് ആണ്. നിങ്ങളുടെ വ്യക്തിയുടെ സോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഗ്രോത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ മൈൻഡ് ക്ലിയർ ആകുന്നു, ക്ലിയറിംഗ് ആണ്. അവരുടെ നെഗറ്റീവ്സ് എല്ലാം തന്നെ അവരുടെ ലൈഫിൽ നിന്ന് ക്ലിയർ ആയി പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി അങ്ങോട്ട് വരുന്ന ന്യൂ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് വരുന്നത്. ടൈമിംഗ് കാർഡാണ്. അതായത് നിങ്ങളുടെ ഒരു യഥാർത്ഥ സമയം, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു യഥാർത്ഥ സമയം നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളിപ്പോ അല്ലെങ്കിൽ നിങ്ങളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതുമായ അവസ്ഥ. അപ്പൊ നിങ്ങളുടെ ഒരു പ്രാർത്ഥന, നിങ്ങൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒരു സക്സസിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥന മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. കാരണം നിങ്ങളുടെ എനർജി ഇവരിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. നിങ്ങളെ
ഈ ഒരു പേഴ്സൺ ഒരുപാട് അട്രാക്റ്റീവ് ആവുന്നുണ്ട് നിങ്ങളിലേക്ക്. കാരണം ഇവർക്ക് ഒരു പാഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എന്താ പറയാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ തന്നെയുള്ള മ്യൂച്വൽ ഫീലിങ്സ് കാര്യങ്ങളുള്ള വ്യക്തികളാണ്. അപ്പൊ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ആ ഒരു മൈൻഡിൽ, നിങ്ങളുടെ ആ ഒരു രൂപം, നിങ്ങൾ ഒരുപാട് കാണാനൊക്കെ ഒരു പക്ഷേ നല്ല സുന്ദരൻ അല്ലെങ്കിൽ സുന്ദരി ആ ഒരു രീതിയിലുള്ള വ്യക്തികളായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ക്യാരക്ടർ വളരെയധികം എല്ലാവരിലും ഭയങ്കരമായിട്ട് അട്രാക്ഷൻ കൊണ്ടുവരുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും. പെട്ടെന്ന് എല്ലാവരും ഒരു അട്രാക്ട് ചെയ്യുന്ന ഒരു ബിഹേവിയർ ഒക്കെ ആയിരിക്കും നിങ്ങളുടേത്. അപ്പൊ അതെല്ലാം ഈ ഒരു പേഴ്സണിലേക്ക് കൂടുതലായിട്ട് അട്രാക്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണിത്. അവർക്ക് അങ്ങനെയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഒരുപാട് വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് കാണുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണിത്. അപ്പൊ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ക്ലെയിം ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കമന്റ് ചെയ്ത് നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ ഇമ്മച്യൂർ ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. നിങ്ങളുടെ അടുത്ത് ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുക, ഒരുപാട് നിങ്ങളെ എന്താ പറയാ, നിങ്ങളുടെ അടുത്ത് ചാടിക്കേറുക, നിങ്ങൾക്ക് ഒന്നിലും ഒരുപാട് സ്വാതന്ത്ര്യം തരാതിരിക്കുക, അങ്ങനെയൊക്കെ ഒരു രീതിയായിരുന്നു ഇവരുടേത്. ഇവർ പറയുന്ന രീതിക്ക് അനുസരിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകണം. ഇവർ പറയുന്ന അനുസരിച്ച് മാത്രമേ നിങ്ങൾ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ചെയ്യാനായിട്ട് എന്ത് കാര്യവും പാടുള്ളൂ. അങ്ങനെയൊക്കെ ഒരു രീതിയായിരുന്നു നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് അത് മാത്രമല്ല ജീവിതം. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്വാതന്ത്ര്യവും നിങ്ങളുടേതായ ഒരു സന്തോഷവും നിങ്ങൾക്ക് തരുമ്പോൾ മാത്രമേ ഈ ഒരു പേഴ്സണും അത് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പിനെ പൂർണ്ണതയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ആഗ്രഹിക്കുന്നത് പോലെ ഈ ഒരു ഫ്ലവറിങ് അവരുടെ ലൈഫിൽ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഒരുപാട് റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫിനെ ഒരിക്കലും സക്സസ് ആക്കാൻ പറ്റില്ല എന്ന് ഇവർക്ക് മനസ്സിലായി. കാരണം ഇവർ ഒരുപാട് കാർമിക് ആയിട്ടുള്ള ലെസൺസ് പഠിച്ചിട്ടുണ്ട്. ഈ ഒരു പേഴ്സൺ ഒരുപാട് കർമ്മ കർമ്മ ഫേസ് ചെയ്യേണ്ടതായിട്ട് ഇവർക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നമുക്ക് ഓരോ റീഡിംഗ് എടുക്കുമ്പോഴും ഞാനത് കൃത്യമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു കാർഡുകൾ വരുമ്പോൾ അത് പറയാറുള്ള ഒരു കാര്യമാണ്. ആരാണോ നമ്മളെ വേദനിപ്പിച്ച് നമ്മുടെ കണ്ണ് നിറച്ചിട്ട് പോയത്, ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും ആ ഒരു കർമ്മ നേരിട്ടിരിക്കും. അത് ഈ ഒരു യൂണിവേഴ്സിന്റെ തീരുമാനമാണ്. അപ്പൊ നിങ്ങൾ അതിൽ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്ത് തന്നെ മുന്നോട്ടേക്ക് പോയിക്കൊള്ളുക. ആർക്കും വേണ്ടിയിട്ട് ആരും ഉപദ്രവിക്കാനോ കാര്യങ്ങൾക്കോ നിൽക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഒരു കടം പോലെയാണ്. അപ്പൊ ഈ യൂണിവേഴ്സ് അതായത് ഈ ഒരു പ്രപഞ്ച ശക്തി ഇതിനെല്ലാം സാക്ഷിയാണ്. കൃത്യമായ സമയത്ത് കൃത്യമായ വ്യക്തികൾക്ക് ഈ ഒരു പ്രപഞ്ച ശക്തി നമ്മളത് മറന്നാലും പ്രപഞ്ചമായിട്ട് അത് കൊടുത്തിരിക്കും. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡോട് കൂടി നമ്മളുടെ മനസ്സിനെ നമ്മൾ ക്ലിയർ ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. അപ്പൊ ഈ ഒരു വ്യക്തിയും ഈ ഒരു സമയത്ത് അത് തന്നെയാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചതിന്റെ ആ ഒരു കാർമിക് ലെസൺ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ലേൺ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അവർ ഇനിയിപ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നല്ല രീതിക്ക് ഒരു സ്ട്രക്ചർ വെച്ചിട്ട് വേണം മുന്നോട്ടേക്ക് പോകാൻ എന്ന് ആഗ്രഹിക്കുന്നത്. അവർ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിരുന്നു. നിങ്ങളിൽ നിന്ന് മാറി നിന്ന സമയത്ത് അവരൊരു ഫാന്റസി വേൾഡിലായിരുന്നു. അല്ലെങ്കിൽ അവരൊരു ഇമ്മച്വർ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അവരുടെ മൊത്തം എന്തൊക്കെയോ അഡിക്ഷൻസ് ഒക്കെ ഈ ഒരു വ്യക്തിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു ഡ്രിങ്കിങ് ഹാബിറ്റ്സ്, അതുപോലെ അവർക്ക് മോശപ്പെട്ട കുറെ അഡിക്ഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് മാറിയ സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഇവർക്ക് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾ അതിനെ വിലക്കിയിട്ടുണ്ടാവാം. നിങ്ങൾ പറയുന്ന ഒന്നും ഈ ഒരു വ്യക്തി കേട്ടിട്ടുണ്ടാവില്ല. കാരണം ഇവരൊരു മായാലോകത്തായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവര് കുറെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ ഇവർക്ക് മൊത്തം കൺഫ്യൂഷൻ ആയിപ്പോയി. കാരണം ഏതാണ് ശരി ഏതാണ് നല്ലത് എന്നുള്ള തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ വന്നപ്പോഴേക്കുമാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു കാർമിക് ആയിട്ടുള്ള ലെസൺസിലൂടെ കടന്നുപോയത്. ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് എല്ലാം തന്നെ അങ്ങനെ ഇവരിൽ നിന്ന് ക്ലിയർ ആയി പോയിട്ടുണ്ട്. എല്ലാ രീതിക്കും ഇവരൊരു ക്ലാരിറ്റി ഇവർക്ക് വന്നിട്ടുണ്ട്. ആ ഒരു ക്ലാരിറ്റി വന്നു തുടങ്ങിയ നിമിഷത്തിൽ ഇവരൊരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിംഗ് പീരീഡ് ഇവരിലേക്ക് എത്തിപ്പെട്ടു. അവരനുഭവിക്കേണ്ട ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇവരുടെ മുന്നിലേക്ക് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം തന്നെ, അത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സണിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നത്. ഇവർ ഒരുപാട് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടൊക്കെ വന്നിരിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. ഇവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇവർ ഈ ഒരു രീതിയിലേക്ക് എത്തിപ്പെട്ടത്. അഡ്വെഞ്ചർ ആണ്, സാഹസികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് മാറിയ വ്യക്തികളാണ്. ഓക്കെ, ആ ഒരു സ്പിരിച്വൽ കണക്ഷന്റെ ഭാഗമായിട്ടാണ് ഇവരുടെ മുന്നിലേക്ക് ഈ ഒരു മദർ യൂണിവേഴ്സ് ആയിട്ട് തന്നെ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് തുറന്നു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അവർ പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറിരിക്കുകയാണ്. റിസീവ് ആണ് വന്നിരിക്കുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു യൂണിവേഴ്സിൽ നിന്നും അവർ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായിരിക്കുന്നു. അവരുടെ ഉള്ളിൽ ഒരു ജെനുവിനിറ്റി കടന്നു വന്നിരിക്കുന്നു.
ആ ഒരു ജെനുവിനിറ്റിയുടെ ഭാഗമായിട്ട് ഈ ഒരു പേഴ്സന്റെ ഹേർട്ട് ചക്രയും അതുപോലെ തന്നെ തേർഡ് ഐ ചക്രയും ഒരുപോലെ തന്നെ ഓപ്പൺ ആയിരിക്കുന്നു. ആ ഒരു ഓപ്പൺ ആയതിന്റെ ഭാഗമായിട്ട് ഇവരുടെ ഒരു മനോഭാവത്തില് നിങ്ങളോടുള്ള ഒരു സ്നേഹത്തിന്റെ കാര്യത്തിലൊക്കെ തന്നെ മൊത്തത്തിൽ ഒരു ക്ലാരിറ്റി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് ഫ്രീഡം. അവര് ഫ്രീഡം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അവരെപ്പോലെ തന്നെയാണ് നിങ്ങളും. നിങ്ങൾക്ക് അർഹമായ ഫ്രീഡം നിങ്ങൾക്കും വേണ്ടതാണ്. അതിന് റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ വെക്കാനായിട്ട് താൻ ഒരിക്കലും ബാധ്യസ്ഥനല്ല, അല്ലെങ്കിൽ തനിക്ക് അതിൽ യാതൊരു അവകാശവും ഇല്ല എന്നൊരു ചിന്ത. ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് ഫ്രീഡം ആഗ്രഹിച്ച് എല്ലായിടത്തും അങ്ങനെ വ്യക്തികളായിരിക്കില്ല. എങ്കിൽ പോലും നിങ്ങളുടേതായ ന്യായമായ കാര്യങ്ങൾക്ക് പോലും ഈ ഒരു പേഴ്സൺ ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് തർക്കിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പൊ ഇവർക്ക് ഒരുപാട് ചേഞ്ച്, ഫാസ്റ്റ് ചേഞ്ച് ആണ്. ഇവരുടെ ലൈഫിൽ ഒരു ന്യൂ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവരുടെ ലൈഫിൽ ആ ഒരു ന്യൂ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് നിങ്ങളെയും കൂടി ഇൻവോൾവ് ചെയ്യിച്ചിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ് ഈ ഒരു വ്യക്തി. അവരുടെ എല്ലാവിധ ബാഡ് ആയിട്ടുള്ള കർമാസും അവസാനിപ്പിച്ചിട്ട് അതെല്ലാം ബ്രേക്ക് ചെയ്തിട്ട് ഒരു പുതിയ സൈക്കിൾ, അത് ഫാസ്റ്റ് ചേഞ്ച് ആണ്, ന്യൂ ഡയറക്ഷൻ, അവരൊരു പുതിയ ഡയറക്ഷൻ തിരഞ്ഞെടുക്കുന്നു. ഇതുവരെ അവർ പോയ രീതിയിലൂടെ ഇനി പോകണ്ട, ഒരു പുതിയ ഡയറക്ഷനിലൂടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. എല്ലാ രീതിക്കും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് നിങ്ങളുടെ വ്യക്തിക്ക് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നല്ല രീതിക്ക് കൊണ്ടുപോകണം എന്നാണ് ഈ ഒരു വ്യക്തി ഇപ്പൊ ചിന്തിക്കുന്നത്. സ്ട്രക്ചർ ആണ് വന്നിരിക്കുന്നത്, ഫൗണ്ടേഷൻ ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കൊണ്ടുവരണം. നല്ല രീതിക്ക് ഈ റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. വാണ്ട് ടു ബിൽഡ് എ ഫൗണ്ടേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. അവർക്ക് തന്നെയാണ് അതിന്റെ ഒരു വ്യക്തത മനസ്സിലായിരിക്കുന്നത്. അവർ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് ആവശ്യമുണ്ടെന്നാണ് അവർ ചിന്തിക്കുന്നത്. നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ലൈഫിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്തിട്ട് പൂർണ്ണമായിട്ടും അതിനെയെല്ലാം അവസാനിപ്പിച്ചിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ ആ ഒരു പേഴ്സൺ കടന്നു വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കെട്ടി അതിനെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതിനെ സക്സസിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം, നിങ്ങൾക്ക് അർഹമായ ഫ്രീഡം, എല്ലാ രീതിക്കും നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ട് തന്നെ നിൽക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട്. കാരണം അവര് മറ്റുള്ള വ്യക്തികളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് നല്ല തിരിച്ചറിവ് വന്നിട്ടുണ്ട്. അവരുടെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ ആണ് നിങ്ങൾ, അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണോ നിങ്ങളുടേത് ആ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു മനസ്സിന്റെ ആ ഒരു എല്ലാവിധ ടേസ്റ്റുകളും അനുസരിച്ചിട്ടുള്ള ഒരു വ്യക്തികളാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളോടുള്ള ഒരു മനോഭാവം ഇപ്പോൾ നേരത്തെ ഒരു നെഗറ്റീവ് മൈൻഡിൽ ഇവർ മാറി നിന്നതെങ്കിൽ ഇപ്പോൾ വളരെയധികം പോസിറ്റീവ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം വാല്യൂ തന്നുകൊണ്ടാണ് അവർ ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു എനർജി പറയുകയാണെങ്കിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വിഷമങ്ങൾ കാര്യങ്ങളെല്ലാം തന്നെ മാറ്റിയിട്ട് ഈ ഒരു പേഴ്സൺ ആയിട്ട് തന്നെ ഇതിനൊരു ചേഞ്ചസ് വരുത്തിയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചെത്തുകയാണ്. അവർ നിങ്ങളിലേക്ക് ഭയങ്കരമായിട്ട് അട്രാക്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയിൽ വിശ്വസിച്ചിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, അഫർമേഷൻ, മാനിഫെസ്റ്റേഷൻ ഇതൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ അതും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോവുക. നിങ്ങളുടെ മുന്നിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് വരാനിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ച് ക്ലോസ് കൂടെ നോക്കാം. അത്തം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, കാസർഗോഡ് എന്ന് വന്നിട്ടുണ്ട്, തിരുവാതിര എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, മാർച്ച് മന്ത് വന്നിട്ടുണ്ട്, വിർഗോ വന്നിട്ടുണ്ട്, സോഡിയക് സൈൻ ആണ്, പുണർദം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, അവിട്ടം വന്നിട്ടുണ്ട്, 44 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സന്റെയോ ഏജ് ആയിരിക്കാം. ബി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, 25 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്, ആർ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, എസ് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, ഓഗസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഓഗസ്റ്റിന് മുന്നേ തന്നെ ഒരുപക്ഷെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാൻ കഴിയുന്നതാണ്. തിരുവോണം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, ചോതി വന്നിട്ടുണ്ട്, വിശാഖം വന്നിട്ടുണ്ട്, അനിഴം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, പൂരാടം വന്നിട്ടുണ്ട്, ഏരീസ് എന്നൊരു സോഡിയാക് സൈൻ വന്നിട്ടുണ്ട്, മകം വന്നിട്ടുണ്ട്, ബർത്ത് സ്റ്റാർ ആണ്, 1982 വന്നിട്ടുണ്ട്, 1968 വന്നിട്ടുണ്ട്,
വി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. മെയ് മന്ത് വന്നിട്ടുണ്ട്. ജെമിനി എന്നൊരു സോഡിയാക് സൈൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന ഒരു ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, ക്ലൂസ്, ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന ആ ഒരു റീഡിങ്ങിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കത് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്ത് കമന്റ് ചെയ്ത് നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നാളെ വീണ്ടും ഒരു നല്ല റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.